ഒരു കപ്പ് ഹമീമെങ്കിലും മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവൻ കുടിക്കേണ്ടി വരും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. എന്ന് പറഞ്ഞാൽ മരണം എപ്പോഴാണ് അത്രയും കടുപ്പുള്ളതായിരിക്കും. എവിടുന്നാന്നൊന്നും അറിയില്ല, നമ്മുടെ തൊണ്ടയിലേക്ക് ഒഴിക്കും ചൂടുള്ള വെള്ളം. അവൻ കുടിക്കേണ്ടി വരും, ദുനിയാവും തന്നെ അവൻ അനുഭവിക്കേണ്ടി വരും. പിന്നെ നരകത്തിൽ കടത്തലാണ്. അത് കഴിഞ്ഞാൽ നരകത്തിൽ കടത്തലാണ്. നരകത്തിൽ കടത്തിയിട്ട് കത്തിക്കരിക്കലാണ്, കത്തിച്ചു കരിച്ചു കളയലാണ്. ഇത് ബോധ്യപ്പെടലിന്റെ അവസാന ചിത്രമാണ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറയാം. അവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ നമുക്ക് പറയാം. അതിന്റെ മുമ്പ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ചിന്തിച്ചോ, അല്ലാഹു തആല ഈ സൂറത്തു വാഖിയയിലൂടെ അല്ലാഹു 3 വിഭാഗം ജനങ്ങളെ പറ്റിയാ പറഞ്ഞത്. മുഖറബീങ്ങൾ, അസ്ഹാബുൽ യമീൻ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോന്നു. നേരത്തെ നമ്മൾ അയ്യുഹൽ ളാല്ലൂനൽ മുകദ്ദിബൂൻ സുമ്മ ഇന്നകും അയ്യുഹൽ ളാല്ലൂനൽ മുകദ്ദിബൂൻ, വഴി പിഴച്ചവരെ, കളവാക്കിയവരെ, അങ്ങനെയാ നേരത്തെ വിളിച്ചത്. ഇപ്പൊ വിളിച്ചത് നേരെ തിരിച്ച്. ഇപ്പൊ പറഞ്ഞത് കളവാക്കി വഴിപിഴച്ചവർ. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇവിടെയാണ് അസ്ഹാബു ശിമാൽ കാഫിരീങ്ങൾ മാത്രമല്ല ഇമാം റാസി എപ്പോഴും പറയുന്ന ആ കാര്യം ബോധ്യപ്പെട്ടത്. കാരണം എന്താ? ലാലീൻ മുക്കദ്ദിബീൻ എന്ന് പറയുമ്പോ ആദർശത്തിൽ പിഴച്ചു, അമ്പിയാക്കളെയും അള്ളാഹുവിനെയും കളവാക്കി, അതിൽ നിന്ന് പിഴച്ചു, ദീനിൽ നിന്ന് പിഴച്ചുപോയി. ദീനിൽ നിന്ന് ലാലായി പിഴച്ചുപോയാൽ പിഴച്ചത് കാരണമായി അവൻ കളവാക്കി. പരലോകം നിഷേധിച്ചത് എന്തേ കാരണം? ആദ്യം തന്നെ പിഴച്ചു പോയതുകൊണ്ട്, അള്ളാഹിന്റെ റസൂലിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് പരലോകം നിഷേധിച്ചത്. അവരെ കുറിച്ച് ആദ്യം പറഞ്ഞു അയ്യുഹൽ ളാല്ലൂനൽ മുകദ്ദിബൂൻ. എന്നാൽ ഇവിടെ പറഞ്ഞതോ അയ്യുഹൽ ഇവിടെ കളവാക്കി എന്ന കാരണം കൊണ്ടാണ് പിഴച്ചു പോയത്. ഈമാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു? പരലോകം ഉണ്ടാവൂലേ എന്ന് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംശയം. അതുള്ളത് കൊണ്ട് അവൻ കൂത്താടി, അവൻ കേടുവന്നു. അപ്പൊ കളവാക്കി എന്ന് പറഞ്ഞാൽ പരലോക സാധ്യതയെ കളവാക്കാം. പരലോക സാധ്യതയെ കളവാക്കി പിഴച്ചവരുണ്ട്, പിഴച്ച് കളവാക്കി പോയവരുണ്ട്. അമുസ്ലിമീങ്ങളായതുകൊണ്ട് കളവാക്കിയവരുണ്ട്, മുസ്ലിമായി കളവാക്കി എന്ന കാരണം കൊണ്ട് പരലോകം ഉണ്ടാകുന്ന ഉറപ്പില്ലാത്തത് കൊണ്ട് പഴച്ചു പോയവരുണ്ട്. അപ്പൊ ആസികളായ മുഅ്മിനീങ്ങളും പെടും, അതുപോലെ തന്നെ പക്കാ കാഫിരീങ്ങളും പെടും. എല്ലാവരും അസ്ഹാബു ശിമാലിൽ പെടും, നരകാവകാശികൾ മുഴുവനും പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രയോഗിച്ചത്. ഇനി ഇവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു തആല വളരെ ഗൗരവത്തിൽ ഈ 3 വിഭാഗത്തെ പറയുമ്പം നമുക്ക് പല ശൈലികൾ ഇങ്ങനെ മാറി. ആദ്യമായി മുഖറബീങ്ങളെ പരിചയപ്പെടുത്തിയത് സാബിഖീൻ എന്നാണ്. പിന്നെ പരിചയപ്പെടുത്തിയത് 2 സ്ഥലത്തും മുഖറബീൻ എന്നാണ്. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. പിന്നെ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ. 3 സ്ഥലത്തും പരിചയപ്പെടുത്തിയത് 1 സാബിഖ്, 2 സ്ഥലത്ത് മുഖറബീങ്ങൾ. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം അവർക്ക് 2 സ്വഭാവമുള്ളത്. അവർക്ക് 2 സ്വഭാവമുള്ളത്. 1 സാബിഖ്, 1 മുഖറബ്. സാബിഖ് എന്ന് പറഞ്ഞാൽ നന്മയിൽ മുന്നേറുന്നവൻ. ദുനിയാവിൽ അവൻ നന്മയിൽ മുന്നേറുന്നവനാണ്. ആദ്യത്തെ ഘട്ടം അവനുണ്ടായിരുന്ന ആദ്യത്തെ അവസ്ഥ സാബിഖാണ്, നന്മയിൽ മുന്നേറി. നന്മയുടെ പക്ഷത്ത് എല്ലായിടത്തും 1-ാം സഫിൽ അവനെ കാണപ്പെട്ടു. അങ്ങനെ അവൻ മുഖറബായി, അള്ളാന്റെ അടുത്ത് മുഖറബായി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മുഖറബാണ്. ഇനി അസ്ഹാബുൽ യമീനിനെ പരിചയപ്പെടുത്തിയതോ? ആദ്യം പരിചയപ്പെടുത്തിയത് ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. ആദ്യം ഭാഗ്യവാന്മാരെന്നാ പറഞ്ഞത്, സൗഭാഗ്യവാന്മാർ. രണ്ടാമത് പറഞ്ഞത് അസ്ഹാബുൽ യമീൻ, വലതു കൈയിൽ കിതാബ് കൊടുക്കുന്നവർ. ഭൂമിയിൽ അവർ സൗഭാഗ്യവാന്മാരാണ്, കൂടുതൽ അമലൊന്നും ചെയ്തിട്ടല്ല, അള്ളാന്റെ കനിവ് കൊണ്ട് രക്ഷപ്പെട്ടവരാ. ഭൂമിയിൽ അവർ സൗഭാഗ്യവാന്മാരാണ്. ആഖിറത്തിലെത്തുമ്പോഴോ അവർ അസ്ഹാബുൽ യമീനാണ്, വലതു കൈയിൽ കിതാബ് നൽകപ്പെടുന്നവരാണ്. അസ്ഹാബുൽ മശ്അമ, ഭൂമിയിൽ അവർ ഹതഭാഗ്യരാണ്, എല്ലാ വേണ്ടാത്തരത്തിലും ചെന്ന് വീണവരാണ്. എല്ലാ വേണ്ടാത്തരത്തിലും ചെന്ന് വീണവരാണ്, ഹതഭാഗ്യരാണ്. ജനങ്ങൾ അവരെ വെറുത്തു, അള്ളാഹു അവരെ വെറുത്തു, മഹാന്മാർ അവരെ വെറുത്തു, അവർ ഹതഭാഗ്യരാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ അവർ അസ്ഹാബു ഷിമാലാണ്.
ഇടതു കൈയിൽ കിതാബ് നൽകപ്പെടുന്നവരാണ്. അങ്ങനെ പിഴച്ചവരും കളവാക്കി പിഴച്ചവരും പിഴച്ച് കളവാക്കിയവരും ഒക്കെയാണവർ. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽ എല്ലാവരും പെടുന്നുണ്ട് എന്ന് പറഞ്ഞ ഈ ആശയങ്ങളൊക്കെയും ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഇമാം റാസി തന്നെ പറയുന്നു. എന്നിട്ട് അവരെ കുറിച്ച് കാരണം പറഞ്ഞു, അവർ ലാലിങ്ങളും മുഖദിബീങ്ങളും ആയതുകൊണ്ടാണ്, പിഴച്ചുപോയവരായതുകൊണ്ടും പരലോകം വേണ്ടത്ര വിശ്വസിക്കാത്തത് കൊണ്ടുമാണ് നരകത്തിൽ കടന്നത്. കാരണം മറ്റുള്ളവരെ കുറിച്ച് കാരണം പറഞ്ഞില്ല, കാരണം അവരോട് കാരണം പറയേണ്ടതില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്രതിഫലം തരുമ്പോൾ കാരണം ഉദാരൻ എന്തുകൊണ്ട് ഞാൻ ഉദാരത ചെയ്തു എന്ന് കാരണം പറയണ്ട, നേരെ മറിച്ച് നീതിമാൻ ശിക്ഷിക്കാൻ കാരണം പറഞ്ഞുകൊള്ളണം. അപ്പൊ നീതിമാനായ റബ്ബ് കാരണം പറയും, പ്രതിഫലം നൽകുന്ന റബ്ബ് കാരണം പറയണമെന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിവെക്കുമ്പോ വല്ലാത്ത സൗന്ദര്യമുണ്ട് സൂറത്തുൽ വാഖിയിലെ വചനങ്ങൾക്ക്. ഇനി ഇതാ അവസാനിപ്പിക്കുകയാണ്. ഇവനെ നരകത്തിൽ കടത്തി. ഇന്നഹദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ, തീർച്ചയായിട്ടും ഇത് ഹഖ്ഖുൽ യഖീനാൻ. ഇത് ഉറപ്പ് ഇങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് തറോ ആകുന്ന ടൈമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചതാകെ 3 യഖീനാണ്. ഇതൊക്കെ ശരിക്കും ബോധ്യപ്പെടണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവും. ഖുർആനിൽ ഇങ്ങനെ കാണും ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖ്ഖുൽ യഖീൻ. ഈ യഖീൻ അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. യഖീന്റെ സ്റ്റെപ്പുകൾ പറഞ്ഞപ്പോൾ 3 യഖീനുകളാ പറഞ്ഞു. യഖീൻ ഉണ്ട്, അതെല്ലാം പെടും. യഖീൻ അല്ല, ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖ്ഖുൽ യഖീൻ. ഇങ്ങനെയാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖ്ഖുൽ യഖീൻ. എന്താണ് ഇൽമുൽ യഖീൻ? ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു കൂട്ടുകാരൻ ഒരു കാര്യം പറഞ്ഞു തന്നു, ഞാൻ അതാണ് വിശ്വസിച്ചു. ഞാൻ ആ സാധനം കണ്ടിട്ടില്ല, ഞാൻ വിശ്വസിച്ചു. അപ്പൊ എനിക്ക് കിട്ടിയ ആ ഉറപ്പുണ്ടല്ലോ, ഇതിന്റെ പേരാണ് ഇൽമുൽ യഖീൻ. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു ഒരു വിവരം, ഞാനത് വിശ്വസിച്ചു, ഇതിന്റെ പേരാണ് ഇൽമുൽ യഖീൻ. പറഞ്ഞു വരുന്നത് ഇൻഷാ അല്ലാഹ് പരലോകത്തേക്ക് ഇങ്ങോട്ട് ബന്ധിപ്പിക്കാം. അതിന് മുമ്പ് അത് തിരിയാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഗൾഫിൽ നിന്ന് വന്ന കൂട്ടുകാരൻ നിങ്ങളോട് പറഞ്ഞു, ഒരു അപൂർവ പഴത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം പരിചയപ്പെടുത്തി. ഞാനൊരു സാധനം കണ്ടു, ഞാനൊരു ജീവിയെ കണ്ടു, ഒരു അപൂർവ ജീവിയാണ്. എന്താണ് ആ ജീവി? ഇയാൾ ആ ജീവിയുടെ രൂപമൊക്കെ അങ്ങനെ പറഞ്ഞു. കണ്ടാൽ തോന്നും, അതിന്റെ ഉടല് കണ്ടാൽ തോന്നും നായയാണ്, തല കണ്ടാൽ തോന്നും നരിയാണ്, ഇങ്ങനെ വാല് കണ്ടാൽ തോന്നും അതൊന്നുമല്ല വേറെ ഒരു ജീവിയാണ്. ഇങ്ങനെ ഓരോ ജീവികളുടെയും തലയും വാലും ഒടലും ഒക്കെ ആക്കിയിട്ട് ഇയാൾ ഇങ്ങനെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ ജീവി, അല്ലെങ്കിൽ ഒരു അപൂർവ പഴം. ഇപ്പൊ ഉദാഹരണത്തിന് ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പഴം തിന്നു ഗൾഫിൽ നിന്ന്, ഓറഞ്ചിന്റെ രൂപമാണ്, കണ്ടാൽ ഓറഞ്ചാണ്. തിന്നാൻ വേണ്ടി അത് മുറിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന സ്മെല്ല് കേട്ടാൽ അത് പൈനാപ്പിൾ പോലെയാ, പക്ഷെ തിന്നു നോക്കുമ്പോൾ മാമ്പഴത്തിന്റെ രുചിയാ. ഒരു ഉദാഹരണം, ഇയാൾ ഒരു അപൂർവ പഴം പരിചയപ്പെടുത്തി, അതങ്ങ് വിശ്വസിച്ചു. ഇങ്ങനെ ഒരു പഴം ഉണ്ട് എന്ന് ഇവൻ അങ്ങ് വിശ്വസിച്ചു വെച്ചു. ഈ വിശ്വാസത്തിന്റെ പേരാണ് ഇൽമുൽ യഖീൻ. കാരണം ഇയാൾ പറഞ്ഞ വിവരം അയാൾക്കുള്ളത്. ഇൽമിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഉറപ്പിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയാം. പറഞ്ഞു കേട്ടിട്ടോ വായിച്ചിട്ടോ കിട്ടിയ ഉറപ്പ്, ഇതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുക. ശരിക്കും അങ്ങനെ വരുമ്പോ യഖീനുൽ ഇൽമ് എന്നിങ്ങോട്ട് തിരിച്ചല്ലേ പറയേണ്ടത് എന്ന് പണ്ഡിതന്മാർക്കൊരു പക്ഷേ സംശയമുണ്ടായേക്കാം. അവർക്കറിയാം, ഉസ്താദുമാർക്കറിയാം, നേരെ തല തിരിച്ചിടുമ്പോൾ ഒന്നും കൂടെ സൗന്ദര്യം കൂടുകയാണ്, സാഹിത്യ ശൈലിക്ക് ഒന്നും കൂടെ ഭംഗി കൂടുകയാണ്. അതുകൊണ്ടാണ് ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞത് എന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൽമുൽ യഖീൻ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഉറപ്പ്. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അയാളത് കൊണ്ടുവന്നു, ആ പഴം ഇങ്ങനെ കാണിച്ചു തന്നു. ആ പഴം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അയാൾ ചോദിച്ചു, ഇതാ കണ്ടോ, ഇതാണ് ആ പഴം. അപ്പൊ ഓറഞ്ചിന്റെ രൂപമാണ്, മണമെന്താ, സ്മെല്ലെന്താ, ടേസ്റ്റ് എന്താ, രുചി എന്താ, അത് ഇപ്പോഴും പറയാനായിട്ടില്ല. നിഷേധത്തിന് പഴുതിപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. എന്നാലും സാധനത്തിന്റെ രൂപം ഓറഞ്ച് പോലെയാണെന്ന് ബോധ്യപ്പെട്ടു. നേരത്തെ അതും ഉറപ്പില്ലായിരുന്നു, ഇപ്പൊ ഒന്നും കൂടെ ഉറപ്പായി. ഇതിന്റെ പേരാണ് ഐനുൽ യഖീൻ. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, കണ്ണിൽ കണ്ടുറപ്പായത്. കണ്ണിൽ കണ്ടുറപ്പായതിനാണ് ഐനുൽ യഖീൻ എന്ന് പറയുക. ഇനി അയാൾ ഒരു കഷ്ണം അങ്ങ് മുറിച്ചു, മണത്തു നോക്കാൻ പറഞ്ഞു, മണത്തു. ഒരു കഷ്ണം തിന്നാൻ പറഞ്ഞു.